തമിഴിൽ നിന്ന് അടുത്തേ വരാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമയാണ് നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ 2. ഒക്ടോബറിൽ ദീപാവലി റിലീസായാണ് ജയിലർ 2 വേൾഡ് വൈഡായി റിലീസ് ആവാൻ പോകുന്നത്. ജയിലർ പാൻ ഇന്ത്യൻ ലെവലിൽ വൻ ഹൈപ്പിൽ വരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം പടത്തിന്റെ കാസ്റ്റ് ആണ്. ഇത് മൾട്ടി സ്റ്റാർ പടമാണ്. സൗത്തിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ടോപ്പ് ആക്ടേഴ്സ് ജയിലറിൽ ക്യാമിയോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ചെറിയ റോളിൽ വന്ന ലാലേട്ടനും ശിവരാജ് കുമാറും ഇത്തവണ പാർട്ട് 2 എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലാണ് വരുന്നത്. പിന്നെ ടോളിവുഡിൽ നിന്ന് അവിടുത്തെ ഒരു സ്റ്റാറും ഉണ്ട്. അതാരാണെന്ന് കൺഫേം ആയിട്ടില്ല. ആദ്യം ബാലയായിരുന്നു, പിന്നീട് പുള്ളി പിന്മാറി പകരം മറ്റൊരു സ്റ്റാറിനെ ആ റോളിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൗത്തിൽ പരിപാടി സ്ട്രോങ് ആണ്. ഇനി ബോളിവുഡ് കൂടി പിടിക്കണം. അങ്ങനെ ആദ്യം SRK കൺഫേം ആയിരുന്നെങ്കിലും കിങ്ങുമായിട്ടുള്ള ഡേറ്റിൽ ക്ലാഷ് ആയത് കാരണം SRK പിന്മാറി. ഇപ്പോ SRKക്ക് പകരം HR ആ റോളിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൃതിക് റോഷൻ പുള്ളി കൺഫേം ആയി. ഹൈദരാബാദിൽ വെച്ച് നടന്ന 4 ദിവസത്തെ ജയിലർ 2 ഷൂട്ടില് ഹൃതിക് റോഷൻ ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ ജയിലർ 2 ബോളിവുഡിൽ നിന്ന് ഹൃതിക് റോഷനും ഒഫീഷ്യലായി തന്നെ കൺഫേം ആയി. ഈ പടത്തിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ഭീകരമാണ്. എല്ലാ ഇൻഡസ്ട്രിയും കയറി പിടിച്ചിട്ടുണ്ട്. എങ്ങനെങ്കിലും 1000 കോടി അടിച്ചേ പറ്റൂ എന്നൊരു മൈൻഡാണ്. ബാഹുബലി പാർട്ട് 3 ഇന്ത്യൻ സിനിമയുടെ മാർക്കറ്റും സിനിമാറ്റിക് ചിന്താഗതിയും ഒരൊറ്റ അടിക്കങ്ങ് ഗ്ലോബൽ ലെവലിലേക്ക് എത്തിച്ച ഒരു വിഷ്വൽ വണ്ടർ ആണ് ബാഹുബലി. നമ്മൾ ഇന്ന് കാണുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒക്കെ റൂട്ട് കിടക്കുന്നത് അങ്ങ് ബാഹുബലിയിലാണ്. ഒരു 10 വർഷം മുമ്പ് ബോളിവുഡ് ആയിരുന്നു ഇന്ത്യയുടെ ടോപ്പില്. അന്ന് സൗത്ത് ഇന്ത്യൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പരിപ്പോടായിരുന്നു, മസാല ബോണ്ടകൾ. അങ്ങനെയായിരുന്നു സൗത്ത് ഇൻഡസ്ട്രിയെ ട്രോളിക്കൊണ്ടിരുന്നത്. വലിയ ബഡ്ജറ്റ് പടങ്ങൾ എടുത്താൽ പൊങ്ങില്ല, എടുത്താലും വർക്ക് ആവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം. അവിടേക്കാണ് രാജമൗലി ബാഹുബലി ആയിട്ട് കയറി ചെല്ലുന്നത്. പാൻ ഇന്ത്യൻ ലെവലിൽ പടം റിലീസ് ചെയ്ത് ഇന്ത്യ മൊത്തം തിയേറ്ററിലേക്ക് ഓടിച്ചു. ഒരു 10-12 വർഷം മുമ്പ് ഒരു സിനിമയ്ക്ക് 100 കോടി ബഡ്ജറ്റ് എന്ന് കേട്ട നിർമ്മാതാക്കളുടെ നെഞ്ചിടിപ്പ് കൂടും. കാരണം അത്രയും തുക തിരിച്ചു പിടിക്കാൻ ഇവിടെ മാർക്കറ്റ് ഇല്ല എന്നതായിരുന്നു അന്നത്തെ ഒരു ഇത്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്ന പൈസ സ്ക്രീനിൽ കാണാനുണ്ടെങ്കിൽ ജനങ്ങൾ അതിലും വലിയ തുക തിയേറ്ററിൽ കൊണ്ടുവന്ന് തരും എന്നൊരു ഉറപ്പ് ഉണ്ടായി തുടങ്ങുന്നത് ബാഹുബലിയിലൂടെയാണ്. ചുരുക്കി പറഞ്ഞ ഇന്ത്യൻ സിനിമയുടെ മാർക്കറ്റും ചിന്താഗതിയും ഒറ്റയടിക്കാൻ ഗ്ലോബൽ ലെവലിൽ എത്തിച്ചത് ബാഹുബലിയാണ്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സിനിമ. അതിന് ഒരു 3ാം ഭാഗം ചിലപ്പോ സംഭവിക്കും. ബാഹുബലിയുടെ ഒരു ഡോക്യുമെന്ററി 2 ദിവസം മുമ്പ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തുവിട്ടിരുന്നു. അതിൽ ബാഹുബലി 3ലേക്ക് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. മാഹിഷ്മതിയുടെ ലോകം അവസാനിക്കുന്നില്ല, ഇനിയും ബാഹുബലി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം പ്രഭാസ് കൈകൊണ്ട് 3 എന്നൊരു സിഗ്നലും കൊടുക്കുന്നുണ്ട്. സിഗ്നൽ സത്യമാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കും. ഖലീഫ പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് ഡയറക്ട് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഖലീഫ. ഓഗസ്റ്റ് 20-നാണ് പടം വേൾഡ് വൈഡായി റിലീസ് ആവുന്നത്. ഖലീഫ ഒരു വലിയ സിനിമയാണ്. ഒരു യമണ്ടൻ വേൾഡിൽ നിന്നുള്ള ഒരു സിനിമ. ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ ലാലേട്ടൻ എത്തുന്നുണ്ട്. പക്ഷെ അത് വെറുതെ അങ്ങ് വന്നു പോകുന്ന ഒരു സ്ഥിരം ടൈപ്പ് ക്യാമിയോ അല്ല. അടുത്ത പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്നത് ലാലേട്ടനാണ്. ഈ ഖലീഫ സിനിമ ആദ്യം ഒരൊറ്റ സിനിമയായിട്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഇറങ്ങി അതിന്റെ സക്സസ് നോക്കിയിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി ആലോചിക്കാം എന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ ഖലീഫയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ സമയത്ത് ഈ പ്രോജക്റ്റിൽ അവർക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വന്നു. അങ്ങനെയാണ് ഈ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന ക്യാരക്ടർ ഇങ്ങനെ ബിൽഡപ്പ് ഇട്ട് ഫസ്റ്റ് പാർട്ടിൽ ഒതുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഈ റോൾ ലാലേട്ടനിലേക്ക് എത്തുന്നത്. പടം 2 പാർട്ട് ആവുന്നത്. ഖലീഫയുടെ ഫസ്റ്റ് പാർട്ട് ആ വേൾഡിന്റെയും ആമിർ അലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഗോൾഡിനെ ബേസ് ചെയ്താണ് ഈ മൊത്ത പടവും പോകുന്നത്. എന്നാൽ ആ ഗോൾഡിന് മുമ്പ് അവിടെ ചോര ചിന്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ വേൾഡിന്റെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. ഖലീഫയുടെ പാർട്ട് 2 70കളിൽ നടക്കുന്ന ഒരു പക്ക ഗ്യാങ് വാർ ആണ്. ഫസ്റ്റ് പാർട്ടിൽ ഒരു വേൾഡ് കാണിക്കും, ഇപ്പോൾ ആ വേൾഡിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കും. സെക്കൻഡ് പാർട്ടിൽ ആ വേൾഡ് എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി.